നമസ്കാരം. എൻ്റെ പേര് യദു കൃഷ്ണൻ. ഞാൻ ചൈനീസ് ആയോധനകലയായ മൻസൂരിയ കുംഫു ഇൻസ്ട്രക്ടറാണ്. ഇപ്പോൾ രാമപുരം, ഉഴവൂർ, പാല എന്നിങ്ങനെ 3 സെൻറ്ററുകളിലായിട്ട് 100ഓളം സ്റ്റുഡൻസ് എൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മൻസൂരിയ കുംഫു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടുകാരനായ ശേഖരൻ മാസ്റ്ററാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം നമ്മുടെ മൻസൂരിയ കുംഫു പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത് കണ്ണൻ മാസ്റ്ററാണ്. ഷീ സീഫു എം കണ്ണൻ മാസ്റ്റർ. അദ്ദേഹവും തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടിലെ വള്ളിയൂർ, അവിടെയാണ് ഞങ്ങളുടെ കുംഫു ടെമ്പിൾ. അതാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഞാൻ കണ്ണൻ മാസ്റ്ററിൻ്റെ അണ്ടറിൽ ഇപ്പോൾ സെക്കൻഡ് സ്റ്റാർ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് വള്ളിയൂർ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാക്കി തേർഡ് സ്റ്റാർ ബെൽറ്റിലോട്ടുള്ള ലെസൺസ് എല്ലാം ഇപ്പോഴും പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുംഫു പഠിക്കാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ജാക്കി ചാൻ്റെ കരാട്ടെ കിഡ് എന്നുള്ള മൂവിയാണ്. അപ്പോൾ ഈ സിനിമ കണ്ട് കുംഫു പഠിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വന്നു. അപ്പം അങ്ങനെ അന്വേഷിച്ചാണ് ഇവിടെ കോട്ടയത്ത് സംക്രാന്തിയിൽ മൻസൂരിയ കുംഫു ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം അങ്ങനെ സംക്രാന്തിയിൽ ടോംലി മാസ്റ്ററിൻ്റെ അണ്ടറിൽ, കുമാരനല്ലൂർ ജയൻ മാസ്റ്ററിൻ്റെ അണ്ടറിലുമായിട്ട് ഞാൻ ബ്രൗൺ ബെൽറ്റ് വരെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ടെസ്റ്റുകൾ നടക്കുന്നത് നമ്മുടെ കണ്ണൻ മാസ്റ്റർ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് ടെസ്റ്റ് എടുക്കുന്നത്. അതായത് ബെൽറ്റ് ഗ്രേഡിങ് ഓരോ ബെൽറ്റിൻ്റെ. അപ്പം ബ്രൗൺ ബെൽറ്റ് വരെ വന്നു കഴിഞ്ഞ് ബ്ലാക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ വള്ളിയൂർ ചെന്ന് അവിടെ ഒരു 15 ദിവസം ക്യാമ്പാണ്. അപ്പം ക്യാമ്പിന് ചെന്നപ്പോഴാണ് കുംഫു എത്രമാത്രം വലിയ ഒരു ആർട്ടാണെന്നൊരു റിയലൈസേഷൻ എനിക്ക് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് നമ്മൾ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ മൊത്തം കൊളാപ്സ് ആയിപ്പോയി. കാരണം രാവിലെ 6 മണി, നമ്മൾ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 6 മണിക്കാണ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 6 മണി ആയതിന് 10 മിനിറ്റ് മുന്നേ നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 6 മണി തൊട്ട് രാത്രി 9 മണി വരെ കുംഫു മാത്രം പ്രാക്ടീസാണ് ഫുൾ ടൈം. അതിൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള ഹാർഡ് പ്രാക്ടീസ്, പക്ക ഡിസിപ്ലിൻ, ഒരുപാട് ലെസൺസ്. അപ്പോൾ ആദ്യ ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. ബ്ലാക്ക് എടുക്കാൻ പറ്റുമോ, കാരണം അത്രയും അധികം ലെസൺസ്, നല്ല ടഫ് പ്രാക്ടീസ്. എങ്കിലും നമ്മൾ ചെയ്തു പോയി. മാസ്റ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ 10-50ഓളം പേരുണ്ട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ തെലങ്കാന, ഭോപ്പാൽ, തമിഴ്നാട്, അസം, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് ആ ബാച്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 15 ദിവസത്തെ കഠിനമായിട്ടുള്ള പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ബെൽറ്റ് വാങ്ങുന്നത്. അപ്പോൾ ബെൽറ്റ് വാങ്ങിയിട്ട് പിന്നെയും നമുക്ക് പിന്നെ റിട്ടേൺ പോരാൻ തോന്നിയില്ല, കാരണം കുംഫുവിനോടുള്ള ഒരു പാഷൻ. അപ്പോൾ കണ്ണൻ മാസ്റ്ററിൻ്റെ അടുത്ത് കടൽ പോലെ ലെസൺസ് കിടക്കുക, വെപ്പൺ ലെസൺസ്, അല്ലാത്ത മൂവ്മെൻറ്റ്സുകൾ. അപ്പം ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോരാൻ തോന്നുന്നില്ല, അവിടെ തന്നെ സ്റ്റേ. അതായത് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവിടെ. അതായത് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള വലിയ ഗ്രൗണ്ടുണ്ട്, ഒരു വലിയ വെപ്പൺ റൂമുണ്ട്, അതുപോലെ തന്നെ നമുക്കെല്ലാം സ്റ്റേ ചെയ്യാനുള്ള റൂമും എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാർ 19 പേര് അവിടെ സ്റ്റേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോരുന്നില്ല. ഞാൻ പിന്നെയും ഒരാഴ്ച കൊണ്ട് അവിടെ നിന്നു. അവിടെ നിന്ന് പിന്നെയും കൂടുതൽ ലെസൺസ് മാസ്റ്ററോട് ചോദിച്ച് പഠിക്കുന്നു, പ്രാക്ടീസൊക്കെ ആയിട്ട് ഞാനവിടെ നിന്നു. അപ്പം ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കോൾ വരുന്നു, വീട്ടിൽ നിന്ന് വിളിക്കുന്നു, ഇവിടുത്തെ മാസ്റ്റേഴ്സ് വിളിക്കുന്നു, അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ചാണ് പിന്നെ അവസാനം ഞാൻ തിരിച്ചു പോരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ 2 മാസം കൂടുമ്പോൾ വീണ്ടും അവിടെ ചെല്ലും, കുറച്ചാൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും, തിരിച്ചു വരും, വീണ്ടും ചെല്ലും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുംഫു പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, അക്രമങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പോൾ മാർഷൽ ആർട്ട് ഒരു ആയോധനകലയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ സെൽഫ് ഡിഫെൻസ്. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏജ് ഒരു മാറ്റർ അല്ല, എല്ലാ ഏജിലുള്ള ആൾക്കാരും ഉണ്ട്. 3 വയസ്സ് തൊട്ട് 56 വയസ്സ് വരെയുള്ളവരെ ഞാനിപ്പം ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഏജ് ഇതിനകത്തൊരു വിഷയമേ അല്ല. ഓരോരുത്തരും അവരവരുടെ ബോഡിക്കും പ്രായത്തിനും അനുസരിച്ച് അവർ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം, പിള്ളേരെല്ലാവരും ഒരു വീടിനകത്ത് ഒതുങ്ങി ജീവിക്കുന്നു, ജങ്ക് ഫുഡ് കൂടുതൽ ഉപയോഗിക്കുന്നു, ഫുൾ ടൈം ഫോണിൽ. കാരണം അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇതിനകത്ത് അങ്ങനെ ലൈഫ് ചുമ്മാ വേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരിലോട്ട് ഈ കുംഫു പോലുള്ള ആർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നല്ല രീതിക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മെൻ്റലി ഒരു ഫിറ്റ്നസ് ഉണ്ടാവും. മെൻ്റലി അവർ കോൺഫിഡൻ്റ് ആവും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഈ വരുന്ന പിള്ളേർക്ക്
അവരോട് തന്നെ ഒരു റെസ്പെക്റ്റ്, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർ വന്നു കഴിയുമ്പം ഇവിടെ ഫസ്റ്റ് അവരെ ബോ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, ആ റെസ്പെക്റ്റ്, അതാണ് ആദ്യം അവർ പഠിക്കുന്നത്. പിന്നെ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിൻ. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ നോക്കിയാൽ അറിയാം, വന്ന് കയറുമ്പോൾ തന്നെ ചെരുപ്പിടുന്ന ഒരു ലൈനായിട്ട് കൃത്യമായിട്ട് അടിക്കുക അവരിടുന്നത്. അപ്പോൾ അത്രയും ഡിസിപ്ലിൻഡ് ആണ്. ആ റെസ്പെക്റ്റ്, ഡിസിപ്ലിൻ ഇവരുടെ റെഗുലർ ലൈഫിലോട്ടും കൂടെ വരും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഉള്ള പേടികളൊക്കെ അങ്ങ് പോകും. എവിടെ ചെന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവൾ എപ്പോഴും ഇങ്ങനെ പമ്മി പുറകോട്ട് നിൽക്കുന്ന സ്വഭാവമായിരുന്നു. ഇപ്പോൾ ഈ കുംഫുവിന് വിട്ടതിന് ശേഷം അവൾ സ്കൂളിലൊക്കെ ഓരോ കോമ്പറ്റീഷനൊക്കെ ജോയിൻ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുന്നു, ഇങ്ങനെ കയറി ആൾക്കാരോടൊക്കെ മിണ്ടാൻ തുടങ്ങി. അതായത് അവർക്ക് തന്നെ കോൺഫിഡൻസ് കൂടി. അതുപോലെ എൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റ്, അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് അവന് ഹോസ്റ്റലിൽ നിന്ന് ജോലി ചെയ്യുന്ന പോലെ ജോലി കിട്ടി. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ വീട് വിട്ട് മാറി നിന്നിട്ടില്ല. അപ്പോൾ ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് കുംഫുവിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഇവനെ എറണാകുളത്ത് വിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്, കാരണം ഇവൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണം. പക്ഷേ കുംഫു പഠിച്ചു എന്നുള്ള ഒറ്റ കാര്യമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇവന് ആർട്ട് പഠിച്ചുകൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാ പിള്ളേരും പഠിച്ച് വിദേശത്തോ അങ്ങനെയൊക്കെയാണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക്, ഇവിടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ പുറത്തു പോകുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ആർട്ട് കയ്യിലുണ്ടെങ്കിൽ അവരെവിടെയും ജീവിക്കും, എവിടെ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഫൈറ്റിങ് മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് സിറ്റുവേഷൻ വന്നാലും ഡീൽ ചെയ്യാൻ റെഡി ആയിരിക്കും. അത് ഫിസിക്കലിയും മെൻ്റലിയും അവർ റെഡിയാണ്. ആ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പിള്ളേരെ കൊണ്ടുവരുന്നത്. അവർ ജസ്റ്റ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിക്കുക മാത്രമല്ല, എല്ലാ രീതിക്കും ഇപ്പോൾ അവരെ കൊണ്ട് തന്നെ ഇടയ്ക്ക് ക്ലാസ് എടുപ്പിക്കും. അങ്ങനെ അവരെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ്, ഓരോ ബെൽറ്റ് മുമ്പോട്ട് വരുന്തോറും ഒരു ഇൻസ്ട്രക്ടറായിട്ട് മാറാൻ പാകത്തിന് അവർക്ക് ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ബ്ലാക്ക് ബെൽറ്റ് ലെവലിലോട്ടൊക്കെ വരുമ്പം നേരെ ഒരു ക്ലാസ് ഇടാൻ പാകത്തിന് ആ രീതിക്കുള്ള ട്രെയിനിങ് കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവരെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റിനും ഒരു അർത്ഥമുണ്ട്, ഒരു ആപ്ലിക്കേഷനുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുത്തു തന്നെയാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഓരോ ബെൽറ്റ് ഹയർ ആവുന്നതനുസരിച്ച് കൂടുതൽ ലെസൺസ് പഠിക്കുന്നു. ഈ ലെസൺസ് എല്ലാം മെമ്മറി ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ സ്കൂളിൽ പഠനത്തിന് ഇവർക്ക് അത് ഉപയോഗം ചെയ്യും. അപ്പോൾ അതുപോലെ ഇത്രയധികം ലെസൺസ് പഠിച്ചു വരുമ്പോൾ അതനുസരിച്ച് അവർക്ക് അവരുടെ ബോഡി റിഫ്ലെക്സ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, പവർ എല്ലാം ബിൽഡാവുക. അപ്പം അങ്ങനെ ഹൈലി സ്കിൽഡായിട്ട് മാറും. അപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർ നല്ല രീതിക്ക് എഫിഷ്യൻ്റ് ആവും. എവിടെയും കയറി ചെല്ലാനും ഒറ്റ കയറി ചെല്ലാനും ഏതൊരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് ഫിസിക്കലിയും മെൻ്റലിയും അവർക്കുണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിൽ വള്ളിയൂർ നമ്മുടെ കുംഫു ടെമ്പിളിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഓരോ തവണ പോകുമ്പോഴും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ടെമ്പിളിനകത്തോട്ട് നമ്മൾ കയറുമ്പം ആദ്യം ആദ്യം നമ്മൾ ചെല്ലുന്ന ഗ്രാൻഡ് മാസ്റ്റർ ശേഖരൻ മാസ്റ്ററിൻ്റെ സ്മാരകം അവിടെയുണ്ട്. അവിടെ നമ്മൾ ആദ്യം ചെല്ലുന്നത്. അവിടെ ചെന്ന് മുട്ടുകുത്തി നിന്ന് മാസ്റ്ററിനെ ബോ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് വരുന്നത്. പിന്നെയാണ് കണ്ണൻ മാസ്റ്ററിനെ ബോ ചെയ്യുന്നത്. അതായത് കണ്ണൻ മാസ്റ്ററിൻ്റെ ശേഖരൻ മാസ്റ്ററിനെ അദ്ദേഹം അത്രമാത്രം റെസ്പെക്റ്റ് ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ശരിക്കും നമ്മളത് അതിൽ നിന്ന് ഒരുപാട് അത് നോക്കി പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരുടെ റെസ്പെക്റ്റ്, സ്റ്റുഡൻസ് അത്രയും ഡിസിപ്ലിൻഡ് ആണ്, റെസ്പെക്റ്റ്ഫുള്ളാണ്. അപ്പോൾ അതേ സിസ്റ്റമാണ് ഞാനും ഇവിടെ എൻ്റെ ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസ് ശരിക്കും ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട് എന്നോട് ചോദിക്കുക, ഇതുവരെ ക്ലാസ് എങ്ങനെയാണ് ഇത്രയധികം സ്റ്റുഡൻസിലോട്ടും എത്തുന്നത്, ഇത്രയും അധികം പേര് ജോയിൻ ചെയ്യുന്നതും ഇത്രയും പക്കയായിട്ട് ഇവർ ചെയ്തു വരുന്നത് എങ്ങനെയാണ്? ഞാൻ ശരിക്കും കണ്ണൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് പഠിക്കുന്ന ഈ ഡിസിപ്ലിൻ ഇവിടെ ക്ലാസ്സിൽ കൊണ്ടുവന്നു. ആ ഡിസിപ്ലിൻ വരുമ്പോൾ തന്നെ സ്റ്റുഡൻസ് അതനുസരിച്ച് ഇമ്പ്രൂവ് ആവും. ഇപ്പം ഞാൻ നോക്കിയിട്ട് മൻസൂരിയ കുംഫുവിലുള്ള അത്രയും ലെസൺസ് വേറെ ഒരു മാർഷൽ ആർട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ബേസിക് ബെൽറ്റാണ് വൈറ്റ് ബെൽറ്റ്. ആ വൈറ്റ് ബെൽറ്റ് തൊട്ട് തന്നെ ഇഷ്ടം പോലെ ലെസൺസാണ് ഇതിനകത്തുള്ളത്. അതുപോലെ ആ ബിഗിനർ ലെവൽ തൊട്ട് വെപ്പൺസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ബെൽറ്റിലും ഓരോ വെപ്പൺസ് ആയിട്ട് അങ്ങ് പോകും. ഇപ്പോൾ നഞ്ചക്സ്, ലോങ് സ്റ്റിക്ക്, സോഡ്, ബട്ടർഫ്ലൈ സോഡ്, ഫാന്, ടോൺഫ, യാവാര, അങ്ങനെ ഇഷ്ടം പോലെ വെപ്പൺസ്. ബ്ലാക്ക് ബെൽറ്റ് വരെ വരുമ്പോൾ ഒരു 10 വെപ്പൺസ് ഇവർ പഠിക്കും. ഇപ്പം നമ്മളിവിടെ കുംഫു ക്ലാസ്സുകൾ തമ്മിൽ കോമ്പറ്റീഷൻസും അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസിന് ഹൈലി ഇൻസ്പിറേഷനിലാണ്. അപ്പോൾ ഇവർ വെപ്പൺ ഫോംസ്,
ഫൈറ്റിങ്, ഇതിൻ്റെ എല്ലാം ചാമ്പ്യൻഷിപ്പ് ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇവർ കൂടുതൽ ആവേശത്തോടെ എനർജറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും സ്റ്റുഡൻസ് വന്ന് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട്. മെയിനായിട്ട് നടത്തുന്ന ഒക്ടോബർ 29 ശേഖരൻ മാസ്റ്റർ മരിച്ച ആ ഒരു ഓർമ്മ ദിവസം അവിടെ റെഗുലറായിട്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. ഇപ്പം നമ്മൾ മൻസൂരി കുംഫു പഠിക്കുമ്പം അതിനകത്ത് ഒരുപാട് ഫൈറ്റിംഗ് ടെക്നീക്സും കാര്യങ്ങളും ഒരുപാടധികം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ടൂർണമെൻറ്റുകൾ ഏതിനിറങ്ങാനും പ്രശ്നമില്ല. ഇപ്പം ഞാൻ വുഷു ടൂർണമെൻറ്റിൽ ഇറങ്ങുമായിരുന്നു. വുഷു 2 പ്രാവശ്യം ജില്ലാ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യൻഷിപ്പിന് പോയിട്ടുണ്ട്. സ്റ്റുഡൻസ് പങ്കെടുത്ത് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സംക്രാന്തിയിലെ ഒരു പെൺകുട്ടി കിക്ക് ബോക്സിങ്ങിന് ഇറങ്ങി. കിക്ക് ബോക്സിങ് ചാമ്പ്യൻഷിപ്പിന് ഓപ്പൺ ടൂർണമെൻറ്റ് ഇറങ്ങി ഗോൾഡ് മെഡൽ വാങ്ങി. അപ്പോൾ നമ്മുടെ മൻസൂരി കുംഫുവിനകത്തുനിന്ന് വരുന്ന ഒരുപാട് പേര് ഇതുപോലെ പല സ്ഥലങ്ങളിൽ ടൂർണമെൻറ്റുകളിൽ പോയി സമ്മാനം പ്രൈസ് വാങ്ങിക്കുന്നുണ്ട്. അത് അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു അഡ്മിഷൻ കിട്ടാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ ഒരുപാട് മുൻഗണന കിട്ടുന്ന കാര്യങ്ങളാണ് വുഷുവിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വുഷു കോമ്പറ്റീഷന് നമ്മൾ ഇവിടുന്ന് പിള്ളേരെ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ പേര് ഷാലു. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാൻ 4 വർഷമായിട്ട് കുംഫു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വന്നത് ഞാൻ ആദ്യം എൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കുംഫു ക്ലാസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പം ഞാൻ മാസ്റ്ററോട് ചോദിച്ചു ഈ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്ന്. മാസ്റ്റർ വളരെ സപ്പോർട്ടീവായിരുന്നു. മാസ്റ്റർ അണ്ടറിൽ ഞാനങ്ങനെ ട്രെയിൻ ചെയ്തപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് തോന്നി. പിന്നെ ഞാൻ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഫിസിക്കലി മെൻ്റലി എനിക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പം ഈ ആയോധനകല പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാലായിൽ പുതിയൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഞാനും ഇൻസ്ട്രക്ടറായിട്ട് മാസ്റ്റർ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എല്ലാ ലേഡീസും മസ്റ്റായിട്ടും ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ആയോധന കലയാണ് കുംഫു. ഇപ്പോൾ കുംഫുവിനകത്തൊരു ബെൽറ്റ് സിസ്റ്റം ആണുള്ളത്. അതായത് വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക്, അങ്ങനെ ബെൽറ്റ് വൈസാണ് പോകുന്നത്. സ്റ്റുഡൻസ് വരുന്നതനുസരിച്ച് അവരുടെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അടുത്ത ബെൽറ്റിലോട്ട് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴാണ് ടെസ്റ്റ് നടക്കുന്നത്, ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ്. അത് തമിഴ്നാട്ടിൽ നിന്ന് കണ്ണൻ മാസ്റ്റർ തന്നെ നേരിട്ട് വന്നാണ് നമ്മുടെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡൻസ് ചെയ്യുന്നതെല്ലാം നോക്കി കറക്ഷൻസ് ഉണ്ട് കറക്റ്റ് ചെയ്ത് പുതിയ ലെസൺസ് എടുത്ത് അപ്പം അങ്ങനെ ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആയിരിക്കും ബെൽറ്റ് ഗ്രേഡിങ്. അപ്പോൾ അതുപോലെ തന്നെ കുംഫുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുംഫു പോലും മാർഷൽ ആർട്ട് പഠിച്ച ആൾക്ക് ആർമിയിലോട്ടോ പോലീസിലോട്ടോ അങ്ങനെ ഫോഴ്സുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയൊക്കെ നല്ല രീതിക്ക് നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. അവിടെയൊക്കെ ഒരു ട്രെയിനറായിട്ട് കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലീസുകാരുണ്ട്. അപ്പോൾ അവർ പറയും, ഇപ്പോൾ കുംഫു പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്, അവരുടെ പ്രൊഫഷണലിൽ അത് ഒരുപാട് യൂസ്ഫുള്ളാണ്. അതുപോലെ കുംഫു പഠിച്ച ഒരാളെ സംബന്ധിച്ച് അവരുടെ ബാക്കി ഇവരുടെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പഠിച്ച ആൾ മെയിനായിട്ട് നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ആർട്ട് പഠിച്ചിരിക്കുന്നത്.